Hello, good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. 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 Okay, good afternoon once again. എന്നെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെയെങ്കിലും വെള്ളം കണ്ടു പരിചയമുണ്ടോ? ഓർമ്മയുണ്ട് മിസ്. ഇല്ലേ? ഉണ്ട്. എവിടെ കണ്ടു? ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാം ആയിരുന്നു. ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാം ആണ് എടുത്തത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടത് അല്ലേ? നിങ്ങളുടെ പുതിയ കോഴ്സ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളൊക്കെ മീറ്റ് ചെയ്തത്. ഓക്കെ, അറിയില്ല എന്നത് ആർക്കും അറിയില്ല എന്ന് പറയുന്നത് മീൻസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് അർത്ഥം. ഞാൻ അറിയുന്നത് പറഞ്ഞു, അതിന്റെ അർത്ഥം നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോകുകയല്ലേ, അപ്പൊ അതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊടുക്കണം. മ്യൂട്ട് ചെയ്യാം. ഏതോ ക്ലിയർ ആവുന്നില്ല വോയിസ്. ക്ലിയർ ആവാത്തത് നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യോ? എല്ലാവരും മ്യൂട്ട് ചെയ്യും. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. അല്ല ഫാത്തിമ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അല്ലെങ്കിൽ ഞാനിവിടെ ഓൾ മ്യൂട്ട് കൊടുക്കണം. എനിക്ക് ഓൾ മ്യൂട്ട് കൊടുത്തോ മാം? ഓക്കെ, നിങ്ങൾ എന്നെ അറിയോന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാതെ കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ അവിടെയാണ് കണ്ടുമുട്ടിയത്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. അതിനൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ അത് ലൈവില് കയറാൻ ഒത്തിരി പേര് കയറിയിരുന്നു. പറയുകയാണെങ്കിൽ ഒത്തിരി ഒരു 300 ബിറ്റ്വീനിലുള്ള സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്തിരുന്നു ആഫ്റ്റർനൂൺ സെഷനിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ. പക്ഷെ എങ്കിലും കുറെ പേരൊക്കെ കയറിയിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിയാലോ, നമ്മൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല രീതിയിലും പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കുന്നവർക്ക് എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ട് കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ്സസ് പല കോഴ്സുകളും ഇന്ന് ഓഫർ ചെയ്യുന്നത്. കാരണം പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ജോലി ചെയ്യുന്നവരുണ്ടാകും. അതിനൊപ്പം തന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ലെവൽ കൂടി ഒന്നുകൂടി ആഡ് ഓൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങളൊക്കെ പലരും ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത്. കുറെ പേരൊക്കെ ചിലപ്പോൾ വെറുതെ ഇരിക്കുന്നവരും ഉണ്ടാകും, അങ്ങനെയുള്ളവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും ഉണ്ട്. സ്റ്റുഡൻസ് ഇപ്പൊ തന്നെ ഏതെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ജോയിൻ ചെയ്തവരുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് ഉള്ളവരുണ്ടാകും. അപ്പൊ ഒത്തിരി പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ആ ഒരു ക്ലാസ്സിൽ ഉണ്ടാകും. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം. അപ്പൊ പല തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊടുത്തത്. അപ്പോ കുറെ ആൾക്കാർ ഇപ്പൊ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമമായത്. കാരണം ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണാത്ത ആൾക്കാരാണ് അപ്പൊ ഇവിടെ ക്ലാസ്സുകളിൽ കയറിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ കുഴപ്പമെന്ന് അറിയോ, ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണുക ഇറ്റ്സ് ഓൾ അപ്പോൺ യു. നിങ്ങൾക്ക് നിങ്ങളിൽ എന്താ പറയാ, നിങ്ങളാണ് അതിന് കെയർ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. അതെനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ കാണാത്തവരായിരിക്കാം അപ്പോൾ ടീച്ചേഴ്സ് കൂടെ ക്ലാസ്സിൽ കയറുമ്പോൾ പല പല കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ക്ലിയർ ആയത് കാരണം ടീച്ചേഴ്സും എന്നോട് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ഇന്ന കാര്യത്തെ കുറിച്ച് ഡൗട്ട് ചോദിക്കുന്നു, എക്സാംസിന്റെ കാര്യം ചോദിക്കുന്നു, അത് ചോദിക്കുന്നു, ഇത് ചോദിക്കുന്നു എന്നു പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അപ്പൊ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ ഐ തിങ്ക് മിക്കവാറും അവര് ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കാത്തവരായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് പിടികിട്ടി. ഓക്കെ, അപ്പൊ അതവിടെ ഇരിക്കട്ടെ. നിങ്ങളപ്പോ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംശയങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ ആ ക്ലാസ്സിൽ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇനിയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, എക്സാംസിനെ കുറിച്ചിട്ടുള്ള ബാക്കി എന്തെങ്കിലുമൊക്കെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള കുറെ മോഡിഫിക്കേഷൻസ് ഒക്കെ പല രീതിയിലും പല കാര്യങ്ങളിലും വരും.
അപ്പൊ അങ്ങനെ മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഒഫീഷ്യലി നിങ്ങളെ അറിയിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്നേരം നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആർക്കും യാതൊരു തരത്തിലുള്ള ഡൗട്ട്സും അന്നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ടീച്ചേഴ്സിനോട് അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളെ കുറിച്ച് അവരെടുക്കുന്ന ചാപ്റ്റേഴ്സിനെ സംബന്ധിക്കുന്നതല്ല, അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചാൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടില്ല. അവർക്ക് അവരുടെ ചാപ്റ്റർ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് കൃത്യമായി എടുക്കുക, പോവുക, അതിനകത്ത് വരുന്ന ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അല്ലാത്ത നിങ്ങൾ കോഴ്സിനെ സംബന്ധിക്കുന്നതോ അതിന്റെ അപ്പുറത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് വെറുതെ നിങ്ങൾ സമയം പാഴാക്കാന്നല്ലാതെ യാതൊരു ബെനിഫിറ്റും അതുകൊണ്ടുണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു നമ്മളുടെ കുഴപ്പം കൊണ്ടായിരിക്കും ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുറെ സംശയം ഉണ്ട്. അത് ഇരുന്ന് വന്നിരുന്നിട്ട് ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് ക്ലാസ് എടുക്കാനാണ് വരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അവരുടെ ആ ഒരു ട്രാക്ക് തെറ്റിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിലേക്ക് തിരിച്ചു വരാനും ക്ലാസ്സസ് അവിടെ പെൻഡിങ് ആയി പോകും. ഓക്കെ, അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മള്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഞങ്ങൾ ക്ലാസ്സിനെ സംബന്ധിക്കുന്നതല്ല അല്ലാത്ത ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് അത് ആ ടീച്ചറിനോട് ഞങ്ങൾക്ക് ഒരു ക്ലിയർ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചറിനോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ പറ്റുമെങ്കിൽ സൂചിപ്പിക്കാം. വിതിൻ 1 or 2 സെന്റൻസിൽ സൂചിപ്പിക്കണം. അതിങ്ങനെ ഭയങ്കര ഇവിടെ കിടന്ന് ഡിസ്കഷൻ ചെയ്യാനുള്ള ചർച്ചയ്ക്ക് വെച്ച് തീരുമാനം എടുക്കാനുള്ള കാര്യങ്ങളിൽ അങ്ങനെ പോകരുത്. എന്താണോ നിങ്ങളുടെ ഡൗട്ട് ആ ഒരു ചെറിയ കാര്യം ആ ഒരു 1 or 2 സെന്റൻസിൽ നിങ്ങളുടെ ആ സംശയം ചുരുക്കിയിട്ട് ആ ടീച്ചറിനെ അറിയിക്കുക. ടീച്ചർ വന്നതിനോട് പറഞ്ഞോളൂ. സോ വേണ്ട വിധത്തിൽ അതിന് നമ്മൾ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില സൊല്യൂഷൻസുമായിട്ടാണ് ഒരു കാര്യത്തിനുള്ള സൊല്യൂഷനാണ് ഇപ്പൊ നമ്മൾ വരുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് വന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ എത്ര പേര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്? ഏകദേശം ഒരു നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഏകദേശം നമ്മുടെ ആഫ്റ്റർനൂൺ സെഷനിലെ ലൈവ് ക്ലാസ്സിൽ എത്ര കുട്ടികൾ അറ്റൻഡ് ചെയ്യാറുണ്ട്? ഏകദേശം ചെറിയ കണക്ക് ഈ 115, 100 above. That means 100 above means maybe 200 up to ഉണ്ടാവും. 150 above ഉണ്ടാവാറുണ്ട്. വെരി ഗുഡ്. അപ്പൊ 150 പേരുള്ളവരിൽ ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? 117 ആണ്. 117 കുട്ടികളാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ബാക്കിയുള്ളവർ ഓൺ ദ വേയിലാണ്, വണ്ടി കിട്ടിയില്ല, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവർ വരട്ടെ. അപ്പൊ അതും ഒരു കാര്യമാണ്. ഇടയ്ക്ക് കയറി, അതായത് ഒരു 15 മിനിറ്റ്സ് കഴിയട്ടെ, ടീച്ചർ വന്ന് ക്ലാസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ് എവിടെ വരെ എടുത്തു അതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ കയറാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ചിലരൊക്കെ കയറുന്നത്. 40, 45 ഒക്കെ ആവുമ്പോ എന്ത് ചെയ്യുന്നു, പലവരും കയറും. അപ്പൊ അങ്ങനെ കയറുമ്പോ എന്താ പറയാ, തുടങ്ങി പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ക്ലിയർ ആവില്ല. എന്നിട്ടും കിടന്ന് വീണ്ടും ലാസ്റ്റ് കൂടി ക്ലാസ് കഴിയുമ്പോ ടീച്ചറെ അന്നേരം പറഞ്ഞു ഒന്നുകൂടി പറയോ എന്നൊക്കെ പറയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത്. ഇത്രയും ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കണം, അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട്, എക്സാം അതിന്റെ ഉള്ളിൽ നടത്തണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. വെറുതെ നമ്മളിപ്പോ 6 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് 5-6 വർഷം കൊണ്ട് തീർക്കാനുള്ളതാണോ? അല്ല. അപ്പൊ അതിന് ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന് കൃത്യമായിട്ട് സമയത്തിന് എല്ലാവരും കയറുക. 30-ന് മുമ്പ് എന്തായാലും 25 തുടങ്ങിയ ടീച്ചേഴ്സ് ഇവിടെ ക്ലാസ് റൂമില് നിങ്ങൾ കയറട്ടെ, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മളിത് ഓപ്പൺ ആക്കി അത് കയറിയിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 10-15 മിനിറ്റ് ഒക്കെ ലേറ്റ് ആകുന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞുകൊടുത്തത് 1 മിനിറ്റ് പോലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കറക്റ്റ് 1:30 നമ്മുടെ ടൈം. നമുക്ക് തന്നിരിക്കുന്ന ടൈം ടേബിൾ അങ്ങനെയാണ്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്കും തന്നിരിക്കുന്ന സമയം 1:30 തന്നെയാണ്. 1:45 അല്ലല്ലോ. അപ്പൊ 1:30 കയറേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് സമയത്തിന് കയറുക എന്നുള്ളതാണ്. അപ്പൊ ടീച്ചേഴ്സിനെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട. ഓരോ മിനിറ്റും എല്ലാവർക്കും ടൈം ഈസ് പ്രഷ്യസ് അല്ലെ. ഭയങ്കര വിലയുള്ള കാര്യമാണ് സമയം എന്ന് പറയുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ 1 മിനിറ്റിന് വേണ്ടി നമ്മൾ വേവലാതിപ്പെടാറുണ്ട്. 1 മിനിറ്റ് വൈകിപ്പോയി അല്ലെ. ചില എക്സാംസ് ഒക്കെ, വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വൈകിയതുകൊണ്ട് എനിക്ക് അങ്ങനെ കയറാൻ പറ്റിയില്ല. ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കാണിക്കും, ഭയങ്കര എന്താ പറയാ, ഒരു തടുപ്പൻ മട്ടില്. അത് കുഴപ്പമില്ല, അങ്ങനെ കയറിയാൽ മതി, എന്തെങ്കിലുമൊക്കെ കേട്ടാൽ മതി എന്നാണോ? അല്ല. കൃത്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1:30 തന്നെ എല്ലാവരും ഒരു 30-ന് 25-നോ 20-നോ ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജോയിൻ ചെയ്യാനുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഫസ്റ്റ് കാര്യം. ഇനി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ കുറെ ദിവസങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സസ് ഒക്കെ മിസ്സായി. മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലാസ്സസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. ആൻഡ്
കുട്ടികളുടെ ഭാഗത്ത് നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് പ്രകാരവും ആൻഡ് നമ്മളുടെ ടൈം സ്കെഡ്യൂള് നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ടീച്ചേഴ്സ് അവര് സ്കെഡ്യൂൾ ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ചാപ്റ്റേഴ്സ് ഇത്രയൊക്കെ തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിലേക്കാണ് ഓരോ ടീച്ചേഴ്സ് അവരവരുടെ ക്ലാസ്സിലേക്ക് കയറുക. ഏകദേശം 1-2 പേജ് അല്ലെങ്കിൽ 2.5 പേജ് അല്ലെങ്കിൽ 3 പേജ് കവർ ചെയ്യണം. ആ ഒരു എന്താ പറയാ ഒരു മെഷർമെന്റിലാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ ആ തരം തിരിച്ച് അത്രയും ക്ലാസ്സസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു 6 monthsന്റെ ഹാഫ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട് നമുക്കൊക്കെ. ഓക്കെ, അല്ലാണ്ട് വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കേട്ട് അങ്ങനെ പോയിട്ട് ഇപ്പൊ കാര്യമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്താ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചിലർ ഒത്തിരി ഗ്യാപ്പ് കഴിഞ്ഞ് വന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർ 1-2 പ്രാവശ്യം നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനോട് ചിലപ്പോൾ ആവശ്യപ്പെടും. ആൻഡ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ ടൈം സ്കെഡ്യൂൾ വെച്ച് നമുക്ക് ഇത് കൃത്യമായ രീതിയിൽ പോകാൻ സാധിക്കുന്നതല്ല. സോ ദാറ്റ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സസ് will be tomorrow onwards 1:30 to 3:30 ആണ്. ദാറ്റ് മീൻസ് എല്ലാ ദിവസവും 2 മണിക്കൂറാക്കി ക്ലാസ്സിനെ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. 1.5 മണിക്കൂറായിരുന്നു നിങ്ങൾക്ക് ഇതുവരെ ക്ലാസ്സസ് നടത്തിയിരുന്നത്. റൈറ്റ്, ശരിയല്ലേ? 1.5 മണിക്കൂറായിരുന്നില്ലേ ക്ലാസ്? അപ്പൊ ഇനി മുതൽ 2 മണിക്കൂർ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരു ഹാഫ് ആൻ അവർ കൂടി നമ്മൾ നിങ്ങൾക്ക് കൂടുതൽ തരികയാണ്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാന്ന് വെച്ചാൽ 2 ടീച്ചേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, ഒരാൾ ഇന്ന് ഇങ്ങനെ തുറന്നു തന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ തീർന്ന്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ സ്ട്രെയിൻ ചെയ്തത് നമ്മൾ അങ്ങനെ ശീലിച്ചതുകൊണ്ട് പഠിപ്പിച്ച് അങ്ങനെ ആയതുകൊണ്ട് സൗണ്ട് ഒക്കെ കുറച്ച് കൂടുതൽ വരും, കുറച്ച് എനർജി ഒക്കെ കുറച്ച് കൂടുതൽ പുറത്തേക്ക് പോകും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവര് എങ്ങനെ വന്നാലും നമ്മൾ ഇത്രയും സൗണ്ട് ഇത്രയും എനർജി എടുത്ത് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമ്മുടെ ഫ്രണ്ടിലുള്ള ഓഡിയൻസിന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ടയേർഡ് ആകും അതനുസരിച്ച്. ഓക്കെ, അപ്പൊ ടയേർഡ് ആകും. അതുകൊണ്ട് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കണ്ടിന്യൂസ് ഒരാളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ഒരു ദിവസം നമുക്ക് 2 ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. 1 hour + 1 hour എന്ന് വെച്ചാൽ അതിനിടയിൽ ദർ ഇസ് നോ ബ്രേക്ക് ഒന്നുമില്ല. ടീച്ചറിന്റെ ഈ കസേര മാറി വേറൊരാളെ കസേരയിലേക്ക് വന്നിരിക്കാൻ വേണ്ടുന്ന സമയം മാത്രം ആയിരിക്കും. അപ്പൊ ദാറ്റ് മീൻസ് അവിടെ അടുത്ത ആള് റെഡി ആയിരിക്കും. 1:30 to 2:30 വരെ ഒരു ക്ലാസ്. ആ ക്ലാസ് കഴിഞ്ഞ് അപ്പൊ തന്നെ ടീച്ചർ ഇറങ്ങുമ്പോ തന്നെ അടുത്ത ടീച്ചർ വന്ന് ആ സീറ്റിൽ അടുത്ത ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആണ്. നിങ്ങളുടെ ടൈം ടേബിളിനകത്ത് അപ്പൊ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് 1/2 മണിക്കൂർ കൂടി കൂടുതലാണ് ക്ലാസ്സുകൾ ഉണ്ടാകുക. അല്ലാതെ നമ്മൾ ഈ രീതിയിൽ പോയാൽ, കാരണം അത് നമുക്ക് ക്ലാസ്സിൽ കയറി ടീച്ചേഴ്സ് അത് ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയപ്പോഴും അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ക്ലാസ് 1:30 തുടങ്ങുന്നേ. അത് ഒരു 1/2 മണിക്കൂർ കൂടി എത്ര വരും? 1:30 തുടങ്ങുന്ന ക്ലാസ് എപ്പോഴാണ് അവസാനിച്ചിരുന്നേ? 1:30 തുടങ്ങുന്ന ക്ലാസ് എപ്പോഴാണ് അവസാനിച്ചിരുന്നേ? 3 അല്ലെ? 3 മണിക്കാണ്. അത് 3:30 വരെ അത്രേ ഉള്ളൂ. 3:30 വരെ 1 മണിക്കൂർ പ്ലസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയെന്ന് മാത്രം. അപ്പൊ 2 മണിക്കൂർ ക്ലാസ് ആയിരിക്കും. അത് അറിയിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അപ്പൊ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലെങ്കിലും ഹെൽപ്ലെസ് ആണ്. നമ്മൾ ഓക്കെ ആക്കിയേ പറ്റൂ. ഓക്കെ, ബിക്കോസ് അതല്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് തീരാനായിട്ട് വൈകും. കാരണം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാരണം. ഇത് തന്നെയാണ് ഈ പറയുന്ന പോലെ ഇവിടെ കുറെ ഗ്യാപ്പുള്ള ആളുകളും ഉണ്ട്. എല്ലാവരെയും കൺസിഡർ ചെയ്യണം. എല്ലാവരെയും കോഴ്സ് പഠിക്കാനിരിക്കുന്നവരാ, ഭയങ്കര ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്കും വേണം. അപ്പൊ നമ്മൾ അവരെ മാത്രം ഉദ്ദേശിച്ച് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒറ്റ ടൈം ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആകുമായിരിക്കും. പക്ഷെ ഒത്തിരി ഗ്യാപ്പുള്ള ആളുകളെ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം അവർ കുറെ പഠനമൊക്കെ നിർത്തിയിട്ടൊക്കെ കുറെ നാളുകളായി. പിന്നെ അതിനകത്തെ കൂടി പിന്നെ ഇപ്പോഴാണ് കയറുന്നത്. ഇപ്പൊ ബുക്കും ഇതൊക്കെ ആയിട്ട് വലിയ കോൺടാക്റ്റോ ടച്ച് ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കാം. പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. അപ്പൊ കുറച്ച് കൂടുതൽ പ്രാവശ്യം ടീച്ചേഴ്സിനോട് ചിലപ്പോൾ അവര് ഡൗട്ട്സ് ക്ലിയറൻസിന് വേണ്ടി ചോദിച്ചിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൈം സമയത്തിലല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള പോർഷൻസ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് 1:30 തുടങ്ങുന്ന ക്ലാസ് നമ്മൾ 3:30 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. 2 പേരായിരിക്കും കയറുന്നത്. ഓക്കെ, 1 മുതൽ 3 വരെ പറ്റില്ല. കാരണം നമ്മൾ മോർണിംഗ് സെഷനിലെ ക്ലാസ്സസും 1 മണി വരെയാണ്. അതായത് മോർണിംഗിൽ തുടങ്ങുന്ന ക്ലാസ് 1 മണി വരെയാണ്. പിന്നെ ഒരു ഹാഫ് ആൻ അവർ ടീച്ചേഴ്സിന് ലഞ്ച് ബ്രേക്ക് വേണ്ടേ? 3:30 ഇന്ന് മുതലല്ല, നാളെ മുതൽ. ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എല്ലാവരും അറിയണ്ടേ. ഇപ്പൊ ഇത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ, ഓൺലൈനിന്റെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരില്ലേ, അവർക്ക് ഈ കാര്യം അറിയില്ലല്ലോ. അവരിന്ന് ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ മാത്രമാണ് അവർക്കത് മനസ്സിലാകുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഒഫീഷ്യലായിട്ട് അറിയിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. അപ്പൊ നാളെ മുതലായിരിക്കും ആ രീതിയിൽ നമ്മൾ ക്ലാസ്സസ് തരിക. ഓക്കെ, അപ്പൊ നാളെ മുതൽ വെനസ്ഡേ ഓൺവേർഡ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ,
എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ക്ലാസ്സിലൊക്കെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ കയറാനായിട്ട് കൂടി നോക്കുക കേട്ടോ. 1, 2, 3 മിനിറ്റ്, 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ വെച്ച് ഓരോ ദിവസത്തെ ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സിനും നമ്മൾ എന്താ പറയാ മടി കാണിച്ചാൽ അത് ഒരു ആഴ്ചയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ ക്ലാസ് ആയെന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും അല്ലെ? അപ്പൊ അത് നിങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് അവർക്കും സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. 1:30 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ യാതൊരു വ്യത്യാസമില്ല. 1:30 തുടങ്ങുന്നത്. അരമണിക്കൂർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, അത് 2 ക്ലാസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. അത്രയും മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഓക്കെ ആണോ? ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടുന്ന് ടീച്ചറെ എഴുന്നേറ്റ് പോയിക്കുമ്പോൾ അടുത്ത ടീച്ചർ വരുമ്പോ അവിടെ നിന്ന് ടീച്ചർ അപ്പൊ ഇങ്ങനെയാണോ അപ്പൊ ഇങ്ങനെയാണോ അപ്പൊ അങ്ങനെയാണോ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ക്ലാസ് പോകാനായിട്ട് വൈകും. ഓക്കെ. വീക്കിലി ക്ലാസ്സസ് ഒക്കെ അല്ല എക്സാംസ് നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീക്കിലി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ക്ലാസ്സിൽ ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് ചോദിക്കും. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഉള്ളിൽ നിന്നൊക്കെ ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. എക്സാംസ് ആയിട്ട് പോകുമ്പോൾ നമ്മളുടെ വീണ്ടും ഓരോ മണിക്കൂറുകൾ അങ്ങനെ പോകും. ഓക്കെ. ആ ഓരോ മണിക്കൂറുകൾ നമ്മളൊന്ന് എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുള്ള ഒരു മെജോറിറ്റി ടൈം നമ്മൾ അവിടെയും സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഓരോ മൊഡ്യൂൾസ് അനുസരിച്ചുള്ള എക്സാം. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ ഇതിന്റെ അപ്പുറമൊക്കെ കടന്നു വന്നവരല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ തന്നെ എക്സാം ഉണ്ടായിരിക്കും. പേടിക്കൊന്നുമില്ല. അതിന് മുമ്പ് നമുക്ക് അതിനുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തരും. ഓക്കെ. അപ്പൊ എല്ലാവരും സമയത്തിനൊക്കെ ക്ലാസ്സിൽ കയറുക കേട്ടാ. ഇനി എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോ അയ്യോ കണ്ടിട്ടില്ല ടീച്ചർ ഏതാന്ന് ചോദിക്കരുത് പ്ലീസ്. ഓക്കെ. ബൈ. താങ്ക് യു. Good afternoon. സുഖാണോ എല്ലാവർക്കും? സുഖാണോ? ഫുഡ് കഴിച്ചായിരുന്നാ? ഫുഡ് കഴിച്ചാ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയോ? 2 മിനിറ്റ് വരെ ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് മിസ് ചോദിച്ചു ചോദിക്കാം കേട്ടാ. വായിച്ചു നോക്കിക്കോളൂ കേട്ടാ. ക്ലാസ്സിൽ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊന്ന് വായിച്ചു നോക്കി.
നോക്കിയോ? വായിച്ചു നോക്കിയോ? ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ഓക്കെ. ഞാൻ പേര് പറഞ്ഞ ആള് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what do you mean by naturopathy? ആൽഫിയ, ആൽഫിയ എന്ന് പറഞ്ഞേ. what do you mean by naturopathy? ഓക്കെ ഓക്കെ, മ്യൂട്ട് മാറ്റാം കേട്ടോ. ഓക്കെ, ആൽഫിയ എന്ന് പറഞ്ഞേ. നാച്ചുറോപ്പതി പറഞ്ഞോ. പ്രകൃതി ചികിത്സയിൽ വിശ്വസിക്കുന്നത് എല്ലാ രോഗങ്ങളും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മൂലകൾ. ഇത് പ്രകൃതിപരമായുള്ള ഒരു ചികിത്സാ രീതിയാണ് നാച്ചുറോപ്പതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഹോമിയോപ്പതിയിൽ എന്തൊക്കെയാ പറഞ്ഞേ? ഹോമിയോപ്പതിയില് മനുഷ്യ ശരീരത്തിലെ 5 മൂലക സാധാരണ സന്തുലിതാവസ്ഥ വിവിധ തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരമായിട്ടാണ് ഇത് നിർവഹിക്കുന്നത്. ഹോമിയോപ്പതിയിലെ പിതാവ് ആരായിരുന്നു? ക്ലിയർ ആവില്ല. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല മിസ്സിന്. നന്ദിനി ഒന്ന് പറഞ്ഞേ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്താ പറയാ? പറഞ്ഞേ. Homeopathic father Samuel Hahnemann. Homeopathy developed in 8th century. Father of homeopathy Samuel Hahnemann. Homeopathy and naturopathy is a medical system based on the belief that the body can towards itself. എന്താ പറയണേ? ആ പോയിന്റിൽ എന്താ പറയണേ? ഹോമിയോപ്പതിയിലും നാച്ചുറോപ്പതിയിലായാലും നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന രോഗങ്ങളെ തടയാനുള്ള പ്രതിരോധ ശക്തി ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മോഡേൺ ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ. അതിനകത്ത് 3 ഫേസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഫസ്റ്റ് ഫേസിൽ പറയുന്നത്? നന്ദിനി മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ. സൂര്യ വിനോദ് ഒന്ന് പറഞ്ഞേ. സൂര്യ വിനോദ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സന്ധ്യ ഒന്ന് പറഞ്ഞേ. സന്ധ്യ. സന്ധ്യ പറഞ്ഞോ. ഫേസ് 1947 to 1983. ഇതിൽ പറഞ്ഞിരിക്കുന്നത് none should be denied health care because of the lack of pay. പണമില്ലാത്ത കാരണം കൊണ്ട് ആർക്കും ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. നെക്സ്റ്റ് അടുത്ത ഫേസ് സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയി മാറി എല്ലാവർക്കും ഹെൽത്ത് കെയർ ചെയ്യുക എന്നത്. ഇനി സെക്കൻഡ് ഫേസിൽ ഒന്നുകൂടി പറഞ്ഞേ. സെക്കൻഡ് ഫേസിൽ എന്താ പഠിച്ചത്? പറഞ്ഞോ, സൂര്യ തന്നെ പറഞ്ഞോ. സൂര്യ പോയാ? സൂര്യ ഒന്ന് പറഞ്ഞേ.
സെക്കൻഡ് ഫേസിൽ എന്താ പഠിച്ചിരുന്ന? ജഹാന. ജഹാന എന്ന് പറഞ്ഞേ, സെക്കൻഡ് ഫേസിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ജഹാന. ജഹാന ഇല്ല. രേഷ്മ മണിക്കുട്ടൻ എന്ന് പറഞ്ഞേ. രേഷ്മ മണിക്കുട്ടൻ. A national health policy was proclaimed for the first time 1983. ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുന്നതിന് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആയിട്ട് കൂടിയുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. പിന്നെ ഇതിന്റെ എക്സാമ്പിൾ മെഡിക്കൽ ക്യാമ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ. ഇനി തേർഡ് ഫേസ്. അമീന. അമീന എന്ന് പറഞ്ഞേ, തേർഡ് ഫേസിൽ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? അമീന. അമീന. സുദീന ഉണ്ടോ? സുദീന. സുദീന എന്ന് പറഞ്ഞേ. പറയട്ടെ മാം. തേർഡ് ഫേസിൽ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? തേർഡ് ഫേസ് പോസ്റ്റ് ചെയ്തത് 2000 വിറ്റ്നസിംഗ് ഫർദർ ഷിഫ്റ്റ് വൈഡനിങ് ഫോക്കസ് കറന്റ് ഫേസ് അഡ്രസ്സസ്. അതായത് ഗവൺമെന്റും പ്രൈവറ്റ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അവരും കൂടി ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി. അതായത് രോഗികൾക്ക് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് തേർഡ് ഫേസിൽ തുടങ്ങി. അതിന് എക്സാമ്പിളാണ്. പിന്നെ എന്താണ് ലിബറൈസേഷൻ ഇൻഷുറൻസ് സെക്ടർ. അതായത് ഇത് ആണ് ഗവൺമെന്റും പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും കൂടെ തമ്മിൽ തുടങ്ങിയത്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇൻഷുറൻസ് സെക്ടറിന് RSP എക്സാമ്പിൾ. പിന്നെ എന്താണ് സബ് സെന്റർ? ശ്യാമ, സബ് സെന്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സബ് സെന്റർ റൂറൽ ഏരിയസിലാണ് കൂടുതൽ സബ് സെന്റേഴ്സ് വരുന്നത്. പ്രൈമറി കെയർ ആണ്. പിന്നെ ഇതിൽ 1-2 വർക്കേഴ്സ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ 5,000 പീപ്പിൾസിനാണ് കൂടുതലും അത്രേ അതിന് ഇതുള്ളൂ നോക്കാനായിട്ടുള്ളത്. പിന്നെ മെഡിക്കൽ സർവീസുകൾ, ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കണത് സബ് സെന്റർ. പിന്നെ ആശാ വർക്കറൊക്കെ ഇതിന് ഉദാഹരണമായിട്ട്. പ്രൈമറി ഹെൽത്ത് സെന്റർ. കീർത്തന പറഞ്ഞേ, പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എന്തൊക്കെയാ പഠിച്ചത്? കീർത്തന പറഞ്ഞോ. 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. 14 പാരാമെഡിക്കൽസ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. പിന്നെ യൂഷ്വലി 5 ബെഡേ ഉണ്ടായിരിക്കുള്ളൂ. 6 സബ് സെന്റേഴ്സ് ഉണ്ടായിരിക്കും. It provide outpatient and inpatient services. It serve 30,000 people. സർവീസസ് ഉണ്ടായിരിക്കും. 6 സബ് സെന്ററുകളുടെ ഇൻചാർജ് വഹിക്കുന്നു കേട്ടോ, അങ്ങനെ പറയണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. അക്ഷര എന്ന് പറഞ്ഞേ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. അക്ഷരയില്ലേ? അക്ഷര പറഞ്ഞോ. ആരെങ്കിലും ഒരാള് പറഞ്ഞേ.
ഒരാൾ പറഞ്ഞേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ 5 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ സർവ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. പിന്നെ 1,20,000 പീപ്പിൾസിനെ വരെ ട്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ 30ഓളം ബെഡ്സ് അവർക്ക് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഹൈലി ആയിട്ടുള്ള ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ടീം ഓഫ് എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. 4 പേരടങ്ങുന്ന ഒരു ടീം ഓഫ് എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, എക്സ്റേ സെന്റേഴ്സ്, അങ്ങനെ കുറെ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾസ് ആയിരിക്കും. ഒരു തെറ്റ് വന്നു കേട്ടോ. 4 PHP ആണ് കേട്ടോ. 4 ആണ് കേട്ടോ. സർവ് ചെയ്യുന്നത് 4 PHP. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്? ഓക്കെ, മ്യൂട്ട് ചെയ്യണേട്ടോ മിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. എന്താണ്? ഹെൽത്ത് സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. എന്താണ്? ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. എന്താണ്? ഹെൽത്ത് സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ലെവലാണ് എന്ത്? നാഷണൽ ലെവല്. അതിന് കീഴെയായിട്ട് താഴെയായിട്ട് വരുന്നത് ഏതാണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. അതിന് കീഴെയായിട്ട് വരുന്നത് അല്ലെങ്കിൽ താഴെയായിട്ട് വരുന്നത് ഏതാണ്? ഡിസ്ട്രിക്ട് ലെവല്. ഈ ഡിസ്ട്രിക്ട് ലെവലിനെ 2ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ ഏരിയാസ്. അപ്പൊ എന്താണ്? ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഹെൽത്ത് സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ലെവലാണ് നാഷണൽ ലെവല്. എന്താണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലെ. നാഷണൽ ലെവലില് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും, ആരോഗ്യത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഏതാണ്? നാഷണൽ ലെവലിലുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. അപ്പൊ പറഞ്ഞത് നാഷണൽ ലെവലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. നാഷണൽ ലെവലില് എന്താണ്? എല്ലാ കാര്യങ്ങളും, ആരോഗ്യത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, നിർദ്ദേശങ്ങൾ എടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ എന്താണ് ഇതുള്ളത്, എന്താണ് ഉള്ളത്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മുൻഗണന അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരായിരിക്കും? നാഷണൽ ലെവലില് ആരായിരിക്കും? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആയിരിക്കും. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള ഒരു ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് പറഞ്ഞത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താണ് റൈറ്റിലുള്ളത് അത് തന്നെ. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റിലെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള ഒരു ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. ഓക്കെ, ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് ഇതാണ് നാഷണൽ ലെവലില് ആരോഗ്യത്തെ കുറിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോ എന്താണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ്? സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള ഒരു ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാലേ എന്താണ്? മന്ത്രി തലങ്ങളില് കുറെ അധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. റവന്യൂ, PWD, അങ്ങനെ പലവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതില് പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഓക്കെ ആണോ? അത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്ന് പറയണോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. എന്താണ് UTS?
UTS. UTS എന്താണ് ഫുൾ ഫോം? അറിയില്ല. യൂണിയൻ ടെറിട്ടറീസ്. എന്താണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. UTS എന്ന് പറഞ്ഞാല് യൂണിയൻ ടെറിട്ടറീസ് എന്നാണ് പറയുന്നത്, അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് ലെവല് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാല് ഈ നാഷണൽ ലെവലില് താഴെയായിട്ട് വരുന്ന ലെവലാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, ഇനി നമ്മൾക്ക് എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? നമുക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങൾ. ഓക്കെ, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? ഓക്കെ, 28 എല്ലാവരും പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 8 ആണോ? 9 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും അതുപോലെ 28 സംസ്ഥാനങ്ങളുമാണുള്ളത്. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS പറയുന്നത് എന്താണ്? 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഈ പ്രദേശങ്ങളിലൊക്കെ എന്താണ്? ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പോ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ലെവലിലും ആൻഡ് യൂണിയൻ ടെറിട്ടറീസിലുമുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റോ? യെസ് ഓർ നോ? അറിയോ? സ്റ്റേറ്റ് ലെവലിലും യൂണിയൻ ടെറിട്ടറീസിലുമുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവുമല്ലോ. ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഏതിൽ നിന്നായിരിക്കും? നാഷണൽ ലെവൽ. ദീപ്തി കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് ഞാൻ പറഞ്ഞില്ലേ? നാഷണൽ ലെവലാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഈ നാഷണൽ ലെവലിൽ നിന്നാണ് ഇവിടേക്കൊക്കെ സ്റ്റേറ്റ് ലെവലിലേക്കും എന്താണ് നിർദ്ദേശങ്ങൾ പാസ് ചെയ്യണത്. ഇനി സ്റ്റേറ്റ് ലെവലിൽ നിന്നാണ് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് നിർദ്ദേശങ്ങൾ പാസ് ചെയ്യണത്. ഓക്കെ, ഏരോ മാർക്ക് നിങ്ങൾ കണ്ടില്ലേ? ഏരോ മാർക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോ ഈ സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS എന്ന് പറയുന്നത് എന്താണ്? 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങിയതാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ എന്തുണ്ടാവും? ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവും. ഇവർക്ക് എന്താണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? ആരോഗ്യപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? നാഷണൽ ലെവലിൽ നിന്നായിരിക്കും. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കേരളത്തിൽ ആരാ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യത്തിന്റെ മന്ത്രി? കേരളത്തിൽ ആരാണ് ആരോഗ്യമന്ത്രി? വീണ ജോർജ് അല്ലെ? വീണ ജോർജ് ആണ് നമ്മളുടെ ആരോഗ്യമന്ത്രി. ഈ വീണ ജോർജിന് കീഴില് പല ഉദ്യോഗസ്ഥരുണ്ടാവും. ആരോഗ്യത്തിന്റെ ഡിപ്പാർട്ട്മെന്റില് പല ഉദ്യോഗസ്ഥരും ഉണ്ടാവും. അപ്പോ ഈ വീണ ജോർജ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ മന്ത്രി കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും? ഇവര് ആക്സെപ്റ്റ് ചെയ്യും അല്ലെ? ആരോഗ്യപരമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അവര് ആക്സെപ്റ്റ് ചെയ്തിട്ട് പല ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് പാസ് ചെയ്യും. അങ്ങനെ അവിടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ മനസ്സിലായില്ലേ? എന്താണ് നമ്മുടെ കേരളത്തിലെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? സെക്രട്ടേറിയറ്റ് എവിടെയാണെന്ന് അറിയോ? എവിടെയാണ് സെക്രട്ടേറിയറ്റ്? നമ്മുടെ തിരുവനന്തപുരം. തിരുവനന്തപുരം. അപ്പോ തിരുവനന്തപുരത്ത് എന്താണ് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഒന്നാണ് എന്ത്? ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്. അതിലെ മന്ത്രിയാണ് ആര്? വീണ ജോർജ്. ഈ വീണ ജോർജിന്റെ കീഴിൽ എന്തുണ്ട്? പല ഉദ്യോഗസ്ഥരുണ്ട്. ഈ മന്ത്രി പറയുന്ന നിർദ്ദേശപ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥരെന്തെയും പല ആരോഗ്യ പ്രദേശങ്ങളിലുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ നിർദ്ദേശങ്ങൾ കൈമാറുന്നു. അങ്ങനെ ആ നിർദ്ദേശങ്ങൾ കൈമാറിയതനുസരിച്ച് ആ ആരോഗ്യ പ്രവർത്തനം അല്ലെങ്കിൽ ആ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? ആ എക്സാമ്പിൾ വെച്ച് മനസ്സിലായേ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിന്റെ കാര്യങ്ങള്? ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് ലെവലിനെ എന്താണ്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. റൂറൽ ഏരിയ എന്നും എന്താണ് അർബൻ ഏരിയാസ് എന്നും. റൂറൽ ഏരിയാസിലുള്ള ആ സെന്റേഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? CHC
PHC അതുപോലെ സബ് സെന്റർ. റൂറൽ ഏരിയാസിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ഏതൊക്കെ? CHC, PHC അതുപോലെ തന്നെ സബ് സെന്റർ. ഇനി അർബൻ ഏരിയാസിലും എന്തുണ്ട്? ഹോസ്പിറ്റൽസും ഉണ്ട്, ഡിസ്പെൻസറീസും ഉണ്ട്. ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഡിസ്പെൻസറീസ് എന്തായിരിക്കും മീനിങ്? ഔഷധശാലകൾ എന്ന് കേട്ടിട്ടില്ലേ? ഔഷധശാലകൾ. അപ്പോ എന്താണ്? അർബൻ ഏരിയാസിലും എന്തുണ്ട്? ഹോസ്പിറ്റൽസും ഉണ്ട്, ഡിസ്പെൻസറീസും ഉണ്ട്. ഇനി ഡിസ്ട്രിക്ട് ലെവൽ അല്ലെ? ഡിസ്ട്രിക്ട് ലെവലിൽ എത്ര ജില്ലകളുണ്ട്? ജില്ലകൾ എത്ര ഉണ്ട് നമുക്ക്? 14 ജില്ലകള്. ഈ 14 ജില്ലകൾക്കും എന്തുണ്ട്? ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളാണ് റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും പാസ് ചെയ്യുന്നത്. അപ്പോ എന്താണ്? റൂറൽ ഏരിയാസ് അല്ലെ? ഈ CHCയുടെ ഒരു ഉദാഹരണമാണ് എന്ത്? താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ? അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഡിസ്ട്രിക്ട് ലെവലിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പല നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുന്നു? ഈ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് കൈമാറുന്നു. എന്നിട്ട് അവരവിടെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. ആര് പറയും? ഒന്ന് ഓർത്തു നോക്കിയേ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന ആള് പറയണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. നോക്കിയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. ഞാൻ ഒരാളോട് ചോദിക്കാം. സോണിയ ആന്റണി ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ പോയിരിക്കുന്നതെന്ന്? The healthcare system infrastructure നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് കെയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് നാഷണൽ ലെവല്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവല്, ദെൻ ഡിസ്ട്രിക്ട് ലെവല്. ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ട്. ഈ നാഷണൽ ലെവലിൽ നിന്നുള്ള അവരാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നാഷണൽ ലെവലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരവും അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന എന്താ പറയാ അത് പ്രകാരമാണ് സ്റ്റേറ്റ് ലെവലില് പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് ലെവലിലുള്ളവര് ആണ് ഡിസ്ട്രിക്ട് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നല്ല, അവരെ നയിക്കുന്നവര്, ലീഡ് ചെയ്യുന്ന ഒരാള്. ഈ ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് റൂറൽ ആൻഡ് അർബൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ റൂറലിനെയും അർബനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് അവരെ നയിക്കുന്ന, ലീഡ് ചെയ്യുന്ന ഒരാള് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആ ഒരു സെക്ഷൻ ആയിരിക്കും. ഈ റൂറലിൽ തന്നെ മൂന്നെണ്ണം വന്നിട്ടുണ്ട്. CHC എന്നും PHC എന്നും സബ് സെന്റർ എന്നും പറഞ്ഞുകൊണ്ടിട്ട്. അർബനിനകത്ത് വരുന്നത് ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറി എന്ന് പറയുന്നത്. അതൊരു സാധാരണ നമ്മുടെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്പെൻസറി ആയിട്ടായിരിക്കും വരുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി ഡൗട്ട് ഉണ്ടോ? നീ പറയണോ എന്താണെന്നുള്ളത് സ്ട്രക്ചർ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഫങ്ഷൻ അടുത്ത ടോപ്പിക്കാണ്. ഹോസ്പിറ്റൽ ഫങ്ഷൻ. അതിനകത്ത് രണ്ട് ഫങ്ഷനുകളെ കുറിച്ചാണ് പറയുന്നത്. ഇൻട്രാമ്യൂറൽ ഫങ്ഷനും എക്സ്ട്രാമ്യൂറൽ ഫങ്ഷനും. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഫങ്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് intramural and second one is
എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ. ഇനി ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻട്രാമ്യൂറൽ എന്തായിരിക്കും? ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളില് ആൾക്കാരുകൾക്ക് അല്ലെങ്കിൽ പോപ്പുലേഷന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെയാണ് നമ്മൾ എന്താ പറയാ? ഇൻട്രാമ്യൂറൽ സർവീസ്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെയാണ് ഇൻട്രാമ്യൂറൽ സർവീസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ അത് ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല്? ഇനി എക്സ്ട്രാമ്യൂറൽ എന്തായിരിക്കും? ഇൻട്രാമ്യൂറലിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. അപ്പൊ എന്താണ്? ഔട്ട്സൈഡിൽ അല്ലെ, ഹോസ്പിറ്റലിന്റെ പുറമെ എന്താണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എക്സ്ട്രാമ്യൂറൽ സർവീസുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പഠിച്ചത് നമ്മള്? ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനുകളാണ് പഠിച്ചത്. 2 ഫംഗ്ഷൻ ഉണ്ട്, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനും എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനും. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളും, അതുപോലെ തന്നെ എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പുറത്ത് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെയുമാണ് എക്സ്ട്രാമ്യൂറൽ സർവീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ, അതിനകത്ത് ഫസ്റ്റ് ആണ് റെസ്റ്റോറേറ്റീവ്. റെസ്റ്റോറേറ്റീവില് പോയിന്റുകൾ ഒരാൾ വായിച്ചേ, വായിച്ചെന്ന് റെസ്റ്റോറേറ്റീവ് വായിച്ചോ? ആരാ വായിക്കാം? സന്ധ്യ ഒന്ന് വായിക്കാം. വായിച്ചോ ജഹാൻ. മിസ് ഒന്നുകൂടെ പറയോ? എന്താണ്? വായിച്ചോ? Okay. Diagnostic. These consists of inpatient service involving medical, surgical, and other specialties and special diagnostics. B. Curative. Treatment of all illness. C. Rehabilitative. Physical, mental, and social rehabilitation. D. Care of emergencies, accidents as well as diseases. ഡയഗ്നോസ്റ്റിക്കിൽ എന്താ പറയണേ ജഹാനെ? ഒന്ന് വായിച്ചു നോക്കി, വായിച്ചിട്ട് എന്താ മനസ്സിലായി? മെഡിക്കൽ ആയിട്ടുള്ളതും സർജിക്കൽ ആയിട്ടുള്ളതും അതുപോലെ വേറെ അതർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഡയഗ്നൈസ് ചെയ്യുന്നതിനാണ് പറയുന്നത്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ സർവീസുകൾ? ആർക്കാണ്? ഔട്ട്പേഷ്യന്റിന് അല്ല ഇൻപേഷ്യന്റിന്, സോറി. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ. അതവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് ഇൻപേഷ്യന്റ് പറയുക. ഓക്കെ, വെരി ഗുഡ്. മീൻസ് പറഞ്ഞു തരാം കേട്ടോ, മ്യൂട്ടാക്കണേ. അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്? റെസ്റ്റോറേറ്റീവില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ആണ്. These consist of the inpatient service involving medical, surgical, and other specialties and special diagnostic. എന്താണ് പറയുന്നത്? ഇൻപേഷ്യന്റ് സർവീസുകളാണല്ലേ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സർവീസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയാ. അതിനകത്തെ ഫസ്റ്റ് വൺ ആണ് റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. റെസ്റ്റോറേറ്റീവ് മീൻസ് ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. അപ്പോ റെസ്റ്റോറേറ്റീവില് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എന്ത്? ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അവിടെ ഡയഗ്നോസ്റ്റിക്കിൽ ആർക്കാണ്? ഇൻപേഷ്യന്റ് സർവീസസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻപേഷ്യന്റ് സർവീസസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗിയെ കിടത്തി ചികിത്സിക്കുന്ന സർവീസസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? മെഡിക്കൽ, സർജിക്കൽ ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ്. എന്താണ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാല്? റെയർ രോഗങ്ങൾ അല്ലെ, അപൂർവ രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചാല്
അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അതിനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന കുറെ ഫെസിലിറ്റീസുകൾ എന്ത് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാല് റയർ കേസുകൾ, റയർ രോഗങ്ങളൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അതിന് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് അതർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ് ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്? ഇൻപേഷ്യന്റ് സർവീസുകളാണ്. ഈ സർവീസുകൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെഡിക്കൽ, സർജിക്കൽ ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്. ഓക്കെ, മനസ്സിലായില്ലേ ആ പോയിന്റ്? ഇനി ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂറേറ്റീവ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നിങ്ങൾക്ക് പറയാം ഈ പോയിന്റ് ഒക്കെ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് ക്യൂറേറ്റീവ്? രോഗശമനം. കറക്റ്റ് ആണ് പറഞ്ഞില്ല. അപ്പോ രോഗശമനം, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് രോഗശമനം. ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എന്താണ് എല്ലാ രോഗത്തിനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകള് ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എല്ലാ രോഗത്തിനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകള് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി റീഹാബിലിറ്റേറ്റീവ് എന്താണത്? റീഹാബിലിറ്റേഷൻ സർവീസ് പഠിച്ചിട്ടില്ലേ? റീഹാബിലിറ്റേഷൻ സർവീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? പുനരധിവാസ സേവനങ്ങൾ അല്ലെ? എന്താണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. ഫിസിക്കൽ ആയിട്ടും മെന്റൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും ഒരു വ്യക്തിയെ പുനർജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട് ഹോസ്പിറ്റലുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ആയിട്ടും മെന്റൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എന്താണ് പുനർജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൊറോണ ടൈമിൽ അല്ലെ, ഫസ്റ്റ് തന്നെ ഇപ്പൊ ഒരാൾക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ അടുത്ത് എന്താണ് ആരും പോകില്ല, തൊടുകില്ല ആ രോഗിനെ, ഒരു റൂമിൽ അടച്ചിരിക്കുന്ന അവസ്ഥയാണ് അല്ലെ. അങ്ങനെ 7 ദിവസത്തേക്ക് കഴിയുമ്പോഴാണ് കൊറോണ ടെസ്റ്റ് നടത്തിയിട്ട് നെഗറ്റീവ് ആവണമെങ്കിൽ മാത്രമേ ആ രോഗിക്ക് പുറത്തിറങ്ങാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ആ രോഗിയുടെ മനസ്സിൽ എന്തായിരിക്കും? പെട്ടെന്ന് ഭയവും പേടിയും ഇതൊക്കെ വരും അല്ലെ, ചിലപ്പോൾ ഒരു ഡിപ്രഷനൊക്കെ വരും. അങ്ങനെ അടച്ചിട്ട സാഹചര്യത്തിൽ ആരോടും മിണ്ടാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, ആ സാഹചര്യമൊക്കെ വരുമ്പോ അപ്പൊ എന്താണ് ആ രോഗിയെ എന്ത് ചെയ്യുന്നു? ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സോ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കൊടുത്ത് പുനർജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ ഐറ്റംസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ അത്? റീഹാബിലിറ്റേറ്റീവ് അറിയാലോ, സിമ്പിൾ അല്ലേ? എക്സാമ്പിൾ ഇനി പറയണോ? ഓക്കെ. ഇനി കെയർ ഓഫ് എമർജൻസീസ്. കെയർ ഓഫ് എമർജൻസീസ് എന്താണ്? റെസ്റ്റോറേറ്റീവിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്. കെയർ ഓഫ് എമർജൻസീസ്, ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ്. എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്താണ്? നിങ്ങളിപ്പോ പനിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഓഫീസിൽ ഇട്ടിട്ട് നിങ്ങൾ ക്യൂവിൽ നിൽക്കണേ. ആ സമയത്താണ് ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ടുവരുന്നത്, ആക്സിഡന്റ് കേസായിട്ട് ചോരയൊക്കെ വാർത്ത് ഭയങ്കര ഇതില് ആ രോഗിയെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ആ ഡോക്ടർ നിങ്ങളെ പരിശോധിക്കുക, അല്ലെങ്കിൽ ആർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക? നിങ്ങളാണെങ്കിൽ, നിങ്ങൾ എന്ന് വെക്കുക ഡോക്ടർ, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? രോഗിയെ പരിശോധിക്കുക അല്ലെങ്കിൽ ആക്സിഡന്റ് കേസ് ആക്സെപ്റ്റ് ചെയ്യുക, പ്രയോറിറ്റി കൂടുതൽ കൊടുക്കും? എന്ത് ചെയ്യും? ആക്സിഡന്റ് കേസിനാണല്ലേ പ്രയോറിറ്റി കൊടുക്കുക. കാരണം എന്താണ്? അയാൾക്കാണ് നല്ലൊരു ട്രീറ്റ്മെന്റ് അല്ലെ, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയും കെയറുകള് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കെയർ ഓഫ് എമർജൻസീസ്, ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ്. അപ്പോ റെസ്റ്റോറേറ്റീവ് നമ്മൾ പറഞ്ഞത് ഡയഗ്നോസ്റ്റിക് പറഞ്ഞു, ക്യൂറേറ്റീവ് പറഞ്ഞു, റീഹാബിലിറ്റേറ്റീവ് പറഞ്ഞു, അതുപോലെ തന്നെ കെയർ ഓഫ് എമർജൻസീസ് പറഞ്ഞു. ഓക്കെ ആണോ? ഈ പോയിന്റ് 4 പോയിന്റുകളും മനസ്സിലായോ? ഓക്കെ. ആരാ ഒന്ന് പറയാ? സംസിയ ഒന്ന് പറഞ്ഞേ. ഞാനിപ്പോ പറഞ്ഞ റെസ്റ്റോറേറ്റീവിലെ പോയിന്റ് ഒന്ന് പറഞ്ഞേ. സംസിയ. പറയാൻ സാർ, പറഞ്ഞു. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഡയഗ്നോസ്റ്റിക്.
അതായത് ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേ. റീസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കണേ. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് സർവീസ് ആണ് അവിടെ ഉള്ളത്. അതായത് കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് മെഡിക്കലും സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും സർവീസസ് കൊടുക്കുക. അതുപോലെ തന്നെ സർജിക്കൽ ആയിട്ടുള്ള സർവീസ് ഒക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്യൂറേറ്റീവ്. ക്യൂറേറ്റീവ് എന്ന് പറയാൻ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, അതായത് എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് ക്യൂറേറ്റീവിൽ പറയുന്നത്. തേർഡ് വൺ റീഹാബിലിറ്റേറ്റീവ്, അതായത് ഫിസിക്കലി മെന്റലി ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് രോഗികളുടെ മാനസിക നിലയെല്ലാം വിലയിരുത്തിയാണ് അവർക്ക് അവിടെ ട്രീറ്റ്മെന്റ് നൽകുന്നത്. നെക്സ്റ്റ് വൺ കെയർ ഓഫ് എമർജൻസി, അതായത് ആക്സിഡന്റ് ആയിട്ടോ അങ്ങനെ അതായത് ഏറ്റവും കൂടുതൽ എമർജൻസി കേസിനാണ് അവിടെ മുൻഗണന കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് നോക്കുക ചെയ്യുന്നത്. വെരി ഗുഡ്, ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ എടുക്കട്ടെ മിസ്, ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ അതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ? അടുത്ത ഇതെടുക്കട്ടെ, പ്രിവെന്റീവ് എടുക്കട്ടെ. ഓക്കെ, അടുത്തതാണ് പ്രിവെന്റീവ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എന്താണ് സൂപ്പർവിഷൻ? എന്താണ് സൂപ്പർവിഷൻ? സൂപ്പർവിഷന്റെ മീനിങ് എന്തായിരിക്കും? മേൽനോട്ടം. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സൂപ്പർവിഷന്റെ മീനിങ് മേൽനോട്ടം. അപ്പൊ എന്താണ് മേൽനോട്ടം വഹിക്കുക അല്ലെ? നോർമൽ പ്രഗ്നൻസിക്കും അതുപോലെ തന്നെ കുട്ടികൾ ജനിക്കുന്ന ആ ടൈമിലും എന്താണ് മേൽനോട്ടം വഹിക്കുക. ഹോസ്പിറ്റൽസിലല്ലേ ഡെലിവറി ഒക്കെ നടക്കുന്നത്. അപ്പൊ അതാണ് പറയണത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. ഓക്കെ ആണോ? പോയിന്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ആ പോയിന്റ്? അടുത്തത് പറയട്ടെ മിസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. അതെന്താ പോയിന്റ് പറയണത്? ഈ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ എങ്ങനെയാ സൂപ്പർവൈസ് ചെയ്യണേ? ഹോസ്പിറ്റൽസ് എങ്ങനെയായിരിക്കാം? ചിൽഡ്രൻസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും എങ്ങനെയാണ് സൂപ്പർവൈസ് ചെയ്യണത്? ആ ശരിയായ വളർച്ചയെ എങ്ങനെയായിരിക്കാം? വാക്സിനേഷൻ ഇസ് വെരി ഗുഡ് ജഹാൻ, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് അവരുടെ ചിൽഡ്രൻസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റുകളും സൂപ്പർവൈസ് ചെയ്യണത് എങ്ങനെയായിരിക്കാം? കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടാണ് കേട്ടാ. ഓക്കെ, എന്താണ് കുട്ടി ജനിക്കുമ്പോൾ തന്നെ BCG എടുക്കും. അത് കഴിഞ്ഞിട്ട് 3 months അല്ലെങ്കിൽ 1.5 മാസത്തിലൊക്കെ ഇഞ്ചക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് 9 മാസത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് 5 വയസ്സിൽ 10 വയസ്സിൽ 15 വയസ്സിൽ ഇഞ്ചക്ഷൻ ഇല്ലേ കുട്ടികൾക്ക്? കുട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റും. എല്ലാവരും അമ്മമാരാണോ ഇതിനകത്ത്? അറിയാൻ പറ്റുമല്ലോ. അപ്പോ എന്താണ് അങ്ങനെയാണ് എന്ത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഡെവലപ്മെന്റും ഗ്രോത്തും സൂപ്പർവൈസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസ്. ഓക്കെ, വാക്സിനേഷൻ എടുത്തിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി കൺട്രോൾ ഓഫ് കമ്മ്യൂണബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. എന്താണ് കമ്മ്യൂണബിൾ ഡിസീസസ്? കമ്മ്യൂണിക്കബിൾ ആണ് കേട്ടോ, സോറി, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്തായിരിക്കാം? അതിന്റെ മീനിങ് എന്തായിരിക്കാം? സ്പ്രെഡ് ആകുന്ന, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധി എന്നൊക്കെ പറയാം. എന്താണ് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധി. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാല് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധി. ഓക്കെ, അപ്പൊ എന്താണ് ഇങ്ങനെ? ഇതിന് എക്സാമ്പിൾ പറയാൻ പറ്റോ? പനി. ഓക്കെ, ഫീവർ, TB, HIV, കോവിഡ്.
ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം. അപ്പോ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒരു എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം. കോവിഡ് എന്താണ്? പകർച്ചവ്യാധിയാണ്. അപ്പോ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ആ രോഗം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പടർന്നുകൊണ്ടിരിക്കുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? എന്താണ്? നോർമൽ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്തിന് എന്ത് ചെയ്യുന്നു? സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുന്നു. അതുപോലെ എന്താണ്? കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പകർച്ചവ്യാധികള് എന്ത് ചെയ്യുന്നു? പകർച്ചവ്യാധികള് പകരുന്നത് തടയാനായിട്ടുള്ള നടപടിക്രമങ്ങള് സ്വീകരിക്കുന്നു. ആരാ സ്വീകരിക്കുന്നത്? ആരായിരിക്കാം? ആരുടെ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റൽസ്. ഓക്കെ ഓക്കെ. ഇനി എന്താണ്? ഫോർത്ത് വൺ ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എങ്ങനെയായിരിക്കാം ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ജനങ്ങൾക്ക്? എങ്ങനെയായിരിക്കാം? ഹോസ്പിറ്റൽസ് എങ്ങനെയായിരിക്കാം ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? സെമിനാർ, പിന്നെ ബോധവൽക്കരണ ക്ലാസ്, ക്യാമ്പ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം, കൊറോണ ടൈമിൽ അല്ലെ, ഹോസ്പിറ്റൽസിന്റെ എല്ലാ ഭാഗത്തും എന്തുണ്ടാവും? നോട്ടീസ് അല്ലെ, നോട്ടീസ് വെച്ചിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ആ നോട്ടീസിൽ എന്തൊക്കെ ഉണ്ടാവും? കൈ കഴുകണം, എപ്പോഴും മാസ്ക് ധരിച്ച് വേണം പുറത്തിറങ്ങാനായിട്ട്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെന്താ? ഒക്യുപ്പേഷൻ കൊടുക്കുന്നു. ഓക്കെ, ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? പ്രിവെന്റീവില് പറയുന്നത് എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. അതുപോലെ എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. പിന്നെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ എന്താണ്? തടയുന്നു അല്ലെ, അത് പകരുന്നത് തടയാനായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒക്യുപ്പേഷൻ ജോലി കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി എഡ്യൂക്കേഷൻ. അതിനു മുമ്പ് ഒരാളൊന്ന് പറഞ്ഞു നോക്കിയേ. പറയാം. ദീഷ്ണ ഒന്ന് പറഞ്ഞേ. ദീഷ്ണ ഒന്ന് പറഞ്ഞേ. ദീഷ്ണയുണ്ടോ? ശരത്ത് ഒന്ന് പറഞ്ഞേ. ശരത്ത്. പ്രിവെന്റീവ് ഫംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ശരത്ത് ഒന്ന് പറഞ്ഞേ. ശരത്തുണ്ടോ? Supervision of normal, progressive, and childbirth. Supervision is a normal growth and development of children. Control of communicable disease and prevention of following illness. Health education and occupation. നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു നോക്കിയേ. അത് വായിക്കാനല്ല മിസ് പറഞ്ഞത്. മനസ്സിലായത് എന്താണ് അതിനകത്തെന്ന് പറഞ്ഞത്? മിസ് പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ പറയാം. ആർക്ക് പറയാൻ പറ്റും? ആൽഫിയ ഒന്ന് പറഞ്ഞേ. ആൽഫിയ. പറഞ്ഞു. ഇങ്ങനെ പറയിപ്പിക്കണത് എനിക്ക് അറിയാത്തവർക്ക് അറിയാനാണ് ട്ടാ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് എന്ന് വെച്ചാല് സാധാരണ ഗർഭധാരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നു. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. എന്തായിരിക്കാം? കുട്ടികളുടെ സാധാരണ വളർച്ചയും വികാസത്തിന്റെയും മേലുള്ള മേൽനോട്ടം വഹിക്കുന്നു. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി ഡിസീസസ് എന്ന് വെച്ചാല് സാംക്രമിക രോഗങ്ങളിലൂടെ നിയന്ത്രണം.
ഉം. നീണ്ടു നിൽക്കുന്ന ഈ കൊറോണ പോലെയുള്ള രോഗങ്ങള്, ഈ പകർച്ചവ്യാധിയായ രോഗങ്ങള് തടയുന്നതിന്റെ മേലുള്ള നടപടികൾ സ്വീകരിക്കാം. നടപടികൾ സ്വീകരിക്കുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കണേ? എന്നുവെച്ചാ ഹോസ്പിറ്റലിലൂടെ ഒക്കെ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ ഈ കൊറോണ ടൈമിലൊക്കെ തരത്തില്ലായിരുന്നു. ഓക്കെ മോളെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ ഇനി നെക്സ്റ്റ് ടോപ്പിക് എടുക്കട്ടെ. ഓക്കെ, തേർഡ് ആണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ പറയണത് എന്താണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. എന്താണ്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു രോഗിയെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻസ് വന്നിട്ട് ആ രോഗത്തെ കുറിച്ച് പഠിക്കുന്നു. അയാൾക്ക് എങ്ങനെയാണ് ഈ രോഗം ഉണ്ടായത്, എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ എന്താണ്? മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? അവിടെയുള്ള സ്റ്റാഫ്സിന്, മെഡിക്കൽ സ്റ്റാഫ്സിന് എന്താണ്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് വർക്കേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? അതന്നെ ഡെലിവറിക്കൊക്കെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ സ്റ്റുഡൻസ് വന്നിട്ട് അതിനെ കുറിച്ച് പഠിക്കുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് അവർക്ക് എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലെ? മെഡിക്കൽ സ്റ്റാഫ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഹെൽത്ത് വർക്കേഴ്സിനും അങ്ങനെയുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇനി സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ MBBS കഴിഞ്ഞ ഒരു ഡോക്ടർക്ക് എന്താണ്? അതിന് PG എടുക്കണം. PG എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? എന്താണ്? MDക്ക് പഠിക്കണം എന്നൊക്കെ പറയില്ലേ? ശരിയാണ്, MDക്ക് പഠിക്കണം എന്നൊക്കെ പറയാമല്ലോ. അപ്പൊ അതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ENTയുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഓർത്തോന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, പീഡിയാട്രിഷ്യൻ ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ കുട്ടികളെ ഡോക്ടർ എന്ത് ചെയ്യുന്നു? അതിന് സ്പെഷ്യലൈസ് ചെയ്യുന്നു. പിന്നെ ഓർത്തോന്റെ അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ ഓർത്തോന്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഓരോ സ്പെഷ്യലിസ്റ്റുകൾക്ക് സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാല്. സ്പെഷ്യലൈസേഷൻ മനസ്സിലായില്ലേ? ഓരോന്നിലും സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. ഇനി ഓക്കെ, നേഴ്സ് ആൻഡ് മിഡ്വൈഫ്സ്. മിഡ്വൈഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മിഡ്വൈഫ്സ് ഡെലിവറി സമയത്ത് നേഴ്സുമാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്ത്രീകൾ ഉണ്ടാവില്ലേ? ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള വർക്കേഴ്സുകൾ ഉണ്ടാവില്ലേ? അവരെയാണ് മിഡ്വൈഫ്സ് എന്ന് പറയുന്നത്. സൂതി കർമ്മിണി അർത്ഥം മിഡ്വൈഫ്സിന്റെ അർത്ഥം സൂതി കർമ്മിണി. സൂതി കർമ്മിണി. മിഡ്വൈഫ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ ഡെലിവറി സമയത്ത് നേഴ്സുമാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറെ വർക്കേഴ്സ് അവിടെ ഉണ്ടാവും ഡെലിവറിയുടെ റൂമില്. അപ്പൊ അവരെയാണ് പറയണത് മിഡ്വൈഫ്സ്. പിന്നെ നേഴ്സിനുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മിഡ്വൈഫ്സിനും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇനി മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. സോഷ്യൽ വർക്കേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്സിനും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി പിന്നെന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. പൊതുജനങ്ങൾക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹെൽത്ത് എഡ്യൂക്കേഷൻ പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൊറോണ ഒക്കെ വന്നപ്പോ എന്ത് ചെയ്തു അല്ലെ? ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഉണ്ടായി. അപ്പൊ അതാണ് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ മനസ്സിലായില്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയോ എഡ്യൂക്കേഷനിൽ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റിസർച്ച്. റിസർച്ചില് 3 സ്റ്റേജസുകളായിട്ടാണ് പോയേക്കുന്നത്. റിസർച്ചില് ഫസ്റ്റ് സ്റ്റേജിനെ പറയുന്നതാണ് ഫിസിക്കൽ
സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. അതൊരു എക്സാമ്പിളിലൂടെ മിസ് പറഞ്ഞു തരാം. ഇപ്പൊ കൊറോണ തന്നെ എക്സാമ്പിൾ ആക്കി എടുക്കാം. കൊറോണ ടൈമില് ഫസ്റ്റ് കാലങ്ങളിൽ കൊറോണയുടെ ആദ്യ കാലങ്ങളിൽ എന്താണ്, ഇപ്പൊ 1-2 പേർക്ക് രോഗം വരുമ്പോ ആൾക്കാരായാലും ഹോസ്പിറ്റൽസ് ആയാലും അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നീട് എന്ത് ചെയ്തു, ആൾക്കാർ രോഗം വന്നിട്ട് മരിക്കാൻ തുടങ്ങി. ആ മരിക്കാൻ തുടങ്ങിയ കാലത്ത് എന്താണ്, ഹോസ്പിറ്റൽസിനും ആളുകൾക്കും ഭയങ്കര പേടി ഭയമൊക്കെ ആയി. ഹോസ്പിറ്റൽസ് എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. ഈ രോഗം എങ്ങനെയാണ് വരുന്നത്, ഏത് വൈറസാണ് വരുന്നത്, എത്ര കാലം അല്ലെങ്കിൽ ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ എന്തോരം നാൾ നിലനിൽക്കും, ഏതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ, എങ്ങനെ വാക്സിൻ ഉണ്ടാക്കാം എന്നൊക്കെ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത് ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസിൽ പറയണത്. എന്താണ്, രോഗത്തിനെ കുറിച്ച്. ഇപ്പൊ കൊറോണ തന്നെ എടുത്തു. കൊറോണ വന്നപ്പോ എന്താണ്, ആദ്യം കാലഘട്ടങ്ങളിലൊന്നും ആൾക്കാർ മൈൻഡ് ചെയ്തിരുന്നില്ല. ഹോസ്പിറ്റൽസ് ആയാലും അങ്ങനെ ഒരു പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് ആൾക്കാർ മരിക്കാനായിട്ട് തുടങ്ങിയപ്പോ എന്ത് ചെയ്തു, അതിനുള്ള എന്താണ് പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, ഹോസ്പിറ്റൽസ് എന്ത് ചെയ്തു, ഈ രോഗം എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര നാള് ഈ രോഗം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ വൈറസ് നിലനിൽക്കും, ഏതൊക്കെ രോഗലക്ഷണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയൊക്കെ വാക്സിൻ തയ്യാറാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തു, വാക്സിൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഈ രോഗത്തിന് പ്രോപ്പർ ആയിട്ട് വാക്സിൻ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ വാക്സിൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതാണ് കോവിഷീൽഡും കോവാക്സിനും അവരുണ്ടാക്കി. അതിനുശേഷം എന്താണ്, തേർഡ് സ്റ്റേജ് ആണ് പറയുന്നത് ഹോസ്പിറ്റൽ പ്രാക്ടീസസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ്, അത് രോഗികളിലേക്ക് കുത്തിവെക്കാൻ തുടങ്ങി. കുത്തിവെക്കണത് എന്തിനാണ് വേണ്ടിയിട്ടാണ് കുത്തിവെക്കണത്, രോഗികൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ, അല്ലെ, ആ രോഗം വന്ന് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗികളിലോട്ട് അത് ഇൻജെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞത് ഈ രോഗത്തെ കുറിച്ച് അനലൈസ് ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ മെഡിസിൻസ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കി. അതിനുശേഷം രോഗികളിലേക്ക് അത് പരീക്ഷണത്തിനായിട്ട് ഇൻജെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, റിസർച്ചിന്റെ സ്റ്റേജുകൾ മനസ്സിലായില്ലേ? ABC എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഇത്രയും ഫോർത്ത് സ്റ്റേജ് വരെ നമ്മൾ പഠിച്ചത് എന്താണ്, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. ഇനി എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഹോം കെയർ സർവീസസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസസ്? ഔട്ട് പേഷ്യന്റ് എന്താണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് എഴുതി വാങ്ങിക്കുന്നു, മരുന്ന് വാങ്ങിച്ചു പോകുന്നു. ഓക്കെ, അതാണ് എന്ത്, ഔട്ട് പേഷ്യന്റ് സർവീസസ്. കിടത്തി ചികിത്സിക്കാതെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചു പോകുന്ന ആ സർവീസസിനെയാണ് നമ്മള് ഔട്ട് പേഷ്യന്റ് സർവീസസ് അല്ലെങ്കിൽ OP എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ഹോം കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോം കെയർ അറിയില്ലേ? ഹോം കെയർ പാലിയേറ്റീവ് കെയർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. പാലിയേറ്റീവ് കെയർ ഒക്കെ ഹോം കെയർ സർവീസസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഹോം കെയർ എന്ന് പറഞ്ഞാല്, ഇപ്പോ നടക്കാൻ പറ്റാത്ത ആൾക്കാര്, കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് എന്താണ് പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിലോട്ട് എത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിലുള്ള വർക്കേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, രോഗികൾക്ക് പരിചരണം നൽകുന്നു. അങ്ങനെയുള്ള സർവീസസിനെയാണ് നമ്മൾ ഹോം കെയർ സർവീസ് എന്ന് പറയുന്നത്. ഇനി മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ
ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയും എങ്ങനെയായിരിക്കും രോഗികൾക്ക് എന്താണ് പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ വീൽ ചെയറിലായിരിക്കാം, ചിലപ്പോൾ വികലാംഗനായിരിക്കാം. അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ എന്ത് ചെയ്യുന്നു, മൊബൈൽ ആപ്പിലൂടെ എന്താണ് അവരുടെ സ്ഥലം കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സർവീസുകള് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്താണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളില് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളില് എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വികലാംഗൻ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മൊബൈൽ ആപ്സ് വഴി, മൊബൈലിലുള്ള ആപ്സ് വഴി അവരുടെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡേ കെയർ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു, സർവീസുകൾ, രോഗികൾക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയാം മിസ്, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോ തിമിരത്തിന്റെ ഓപ്പറേഷൻ 2 ദിവസം 3 ദിവസം ഒന്നും കിടക്കേണ്ട വരില്ല. കാരണം എന്താണ്, ഇപ്പൊ കാലത്ത് പോയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വിടും നമ്മള്. അപ്പൊ അങ്ങനെയുള്ള സർവീസുകളെയൊക്കെയാണ് നമ്മള് ഡേ കെയർ സർവീസ് എന്ന് പറയുന്നത്, സർവീസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നത്, അതുപോലെ എന്താണ് ഡയാലിസിസ്, പിന്നെ എന്താ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ അധികം നേരം എടുക്കൂലല്ലോ. MRI ഒക്കെ ആണെങ്കിൽ 2-3 മണിക്കൂർ എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോരാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്പോ എന്താണ് ലെസ് ദാൻ 24 hours അല്ലെ, ഒരു ദിവസത്തിൽ കുറവ് നമ്മൾക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. ഉദാഹരണം തിമിര ശസ്ത്രക്രിയ, അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെയാണ് പറഞ്ഞത്, ഡയാലിസിസ്, സ്കാൻ. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്തത് പറഞ്ഞോട്ടെ മിസ്. ഓക്കെ, നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് സമയത്ത് അല്ലെങ്കിൽ ഈവനിങ് സമയത്ത് മാത്രം ഇത് ചെയ്യുന്നു, തുറക്കുന്ന ഹോസ്പിറ്റൽ, ഓപ്പൺ ആവുന്ന ഹോസ്പിറ്റലുകളെയാണ് നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ എമർജൻസി കേസുകളൊക്കെ അവിടെ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ആ സർവീസുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മെഡിക്കൽ കെയർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ മെഡിക്കൽ കെയർ ക്യാമ്പ്. ഒരു ഗ്രാമങ്ങളിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ചിലപ്പോ രോഗികൾക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഷുഗർ, പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ തിമിരം. അതന്നെ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകളൊക്കെ തന്നെയാണ് മെഡിക്കൽ കെയർ ക്യാമ്പിന് ഉദാഹരണമായിട്ട് പറയാനായിട്ട് പറ്റുന്നത് കേട്ടോ. അത് തന്നെ സെയിം ആണ്. സർവീസ് ഫ്രീ ആയിരിക്കും, ശരിയാണ്. പിന്നെ തിമിരമുണ്ടോന്ന് ചെക്ക് ചെയ്യും, പ്രഷർ ചെക്ക് ചെയ്യും, അങ്ങനെയുള്ള സർവീസുകൾ ആ മെഡിക്കൽ ക്യാമ്പില് അതന്നെ കണ്ണിന്റെ. അപ്പോ അങ്ങനെയാണ് മെഡിക്കൽ കെയർ ക്യാമ്പ്സിന് ഉദാഹരണം കേട്ടോ. അങ്ങനെയുള്ള സർവീസുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസിനെയാണ് മെഡിക്കൽ കെയർ ക്യാമ്പ് എന്ന് പറയുന്നത്. ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ടോ ഓരോ സ്ഥലങ്ങളിൽ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ, അതിൽ എന്തൊക്കെയാ പഠിച്ചു? ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഇതോടുകൂടി നമ്മുടെ ഹെൽത്ത് കെയർ ചാപ്റ്റർ കഴിയണേണ്. ഇനി നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് റേഡിയോളജി ആണ്. അടുത്ത ക്ലാസ്സിൽ മിസ് എടുക്കാൻ പോകുന്നത് റേഡിയോളജി. പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടോ എല്ലാവരും? എടുത്ത് വെച്ചിട്ടില്ലേ? എടുത്ത് വെക്കണോട്ടോ എടുക്കാത്തവര്. ഡൗട്ട്സ് വല്ലതും ഉണ്ടോ ഇതിനകത്ത് മിസ് എടുത്തതില്? ക്ലിയർ ആണോ? ചാപ്റ്ററിന്റെ ഇത് നോക്കണ്ട നിങ്ങള്, പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. റേഡിയോളജി മിസ് ടൈപ്പ് ചെയ്ത് തരാം.
സെക്കൻഡ് മൊഡ്യൂളിലത്തെ മിസ് എടുക്കാൻ പോണത്. ആ 22ാമത്തെ ചാപ്റ്റർ. എടുത്തൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. നൈറ്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഒക്കെ നമുക്ക് പറയാനായിട്ട് ഐ കെയർ, പിന്നെ ചെവിക്ക് ഇപ്പൊ നമ്മൾ പോകില്ലേ, ചെവി വേദനയൊക്കെ വരുമ്പോ പെട്ടെന്ന് പോകില്ലേ, അങ്ങനെ വായിച്ചു നോക്കട്ടാ. ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.